ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇതാ മമ്മിനി പോകാൻ റെഡിയാണ്. ഞാൻ കുളിച്ചു വിളക്കൊക്കെ എത്തിച്ചു. ഏട്ടൻ ജോലിക്ക് പോയിട്ടോ. ഇന്ന് മ്യൂട്ടിക്ക് സ്കൂളിൽ പോകാനല്ല. എന്നപ്പോൾ ഞാൻ മുറ്റത്തൊക്കെ പോയി എൻ്റെ മുടിയൊക്കെ ഒന്ന് നന്നാക്കി കുടുക്കൊക്കെ ഒന്ന് പോക്കി മുടീൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് തുളസിയുടെ ഇല ഇങ്ങനെ മുടി ചൂടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കിയിരുന്നു. അത് കുടിക്കായിരുന്നു വെറുചായ. ഞാൻ മീഹൂട്ടി ഇങ്ങനെ സ്കൂളിലത്തെ ഓരോരോ കാര്യങ്ങൾ പറയാനും കാരണം ഇന്ന് സ്കൂളിലാത്തതിന് കൊണ്ട് അവൾ നല്ല ഹാപ്പി മൂഡിലാണ്. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്നതിന് കൊണ്ട് ഞാൻ ചെടികളൊക്കെ ബാക്കിൽ വെച്ചിരുന്നു. അവിടെ വെയിൽ കിട്ടാത്തതിന് കൊണ്ട് എൻ്റെ ഡെയ്സി വയലറ്റിന് അത്ര കളറില്ല. അപ്പോൾ ഞാൻ അത് വെയിലുള്ള ഇടത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ പിങ്കും വൈറ്റൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ ബ്രൈഡൽ പോക്കറ്റാണ്. അതിന് വെയിൽ കിട്ടാത്തതിന് കൊണ്ട് അതും കുറച്ച് ഇതായിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ കഴുകി അതിന് വെയിലുള്ള ഇടത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാറും ദോശയാണ്. എനിക്ക് മീൻകുട്ടിക്ക് ദോശ നല്ല ഞെരിഞ്ഞ ദോശയാട്ടോ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾക്ക് ചൂടോടിക്ക് വന്നപ്പോൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് ഞെരിഞ്ഞ ദോശയാണ്. പക്ഷേ സാമ്പാറിന് തേങ്ങ അരയ്ക്കാത്ത സാമ്പാറാട്ടോ. സാമ്പാറും ദോശയും അത്ര ഇഷ്ടമല്ല അവൾക്ക്. ദോശ ഇഷ്ടമാണ്, പക്ഷേ സാമ്പാർ ഇഷ്ടമല്ല. അതുകൊണ്ട് അവൾക്ക് ഇന്നത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചൂടോടിക്കെ തന്നെ ദോശ ഉണ്ടാക്കിയിട്ട് അവൾക്ക് ചിക്കൻ കറിയും ദോശയോടെയാണ് കൊടുക്കുന്നത്. അവളവിടെ ടി വിയും കൊണ്ട് ഇരുന്ന് കണ്ടോളും. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ദോശയും കാശിക്കുട്ടിൻ്റെ പിന്നെ ഞാൻ ചെറിയ കുഞ്ഞി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. നല്ല ഞെരിഞ്ഞ ദോശ ഉണ്ടാക്കണം. അത് അന്ന് വരെ ഞാൻ എന്ത് ചെയ്യും, ആ ചൂടോടിക്ക് ഞെരിഞ്ഞ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കൊക്കെ ഞെരിഞ്ഞ ദോശയാണോ അതോ സാധാ സോഫ്റ്റായ ദോശയാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നല്ല ഞെരിക്കാറ് മുറു സൗണ്ട് വരണം. അപ്പോൾ ദോശ അവിടെ നിന്ന് ആകുന്നവരെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ച ദോശയിൽ നിന്ന് കുറച്ച് എടുത്ത് കഴിക്കാറ്. പിന്നെ ബാക്കിയുള്ള മാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. ചായ രാവിലെ ഉണ്ടാക്കിയതിന്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചായ ഉണ്ടാക്കിയില്ല. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കഴുകി വെക്കുകയാണ്. കാരണം കാശിക്കുട്ടൻ എണീക്കുന്നതിന് മുന്നേ അടുക്കളയത്തെ പണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഉഷാറാണ്. അപ്പോൾ എനിക്ക് ഈ അടുക്കളയത്തെ ക്ലീനിങ് പാത്രം കഴുകലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ജോലിയാണ് ഈ അടുക്കള ക്ലീൻ ആക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് ചെയ്യാൻ. എന്നപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കറി വെച്ചതൊക്കെ ഉണ്ടായിന് അതൊക്കെ ഒന്ന് ക്ലീനാക്കി നല്ല ടിക് ടോപ്പാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി ഇന്നലത്തെ തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ. ഇന്ന് എപ്പോഴും ഞങ്ങൾ 4 പേര് ഓരോ ടൈമിലാണ് എണീക്കുക. ആദ്യം ഞാൻ എണീക്കും, പിന്നെ ഏട്ടൻ എണീക്കും, പിന്നെ മീൻകുട്ടി എണീക്കും, പിന്നെ കാശിക്കുട്ടനാണ് എണീക്കുക. പക്ഷേ ഇന്ന് കാശിക്കുട്ടൻ നേരത്തെ എണീച്ച് കരഞ്ഞ്, അതുകൊണ്ട് ഞാൻ അവനെ തൊട്ടിലാണ് കിടത്തിയത്. അതുകൊണ്ട് ബെഡൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റി. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കലും കഴിഞ്ഞ് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ ഡെയിലി ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ, വാഷ് ബേസിൻ. അതും ക്ലീനാക്കി വെച്ചു. അന്നപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കാശിക്കുട്ടൻ എണീക്കുകയാണ് ചെയ്യുക. എണീക്കുമ്പോൾ ഇന്ന് നല്ല മൂടായതിനെ കൊണ്ട് അവന് ചേച്ചി മതി, അല്ലാത്തപ്പോൾ ഞാൻ തന്നെ എടുക്കണം. പിന്നെ ഇന്ന് മീൻകുട്ടിയാണ് അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുന്നത്.